സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ബെയിൽ, അതുപോലെ തന്നെ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് ബെയിൽ എന്നീ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കമ്പനീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരുന്നു അല്ലേ? ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇല്ലേ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നറിയപ്പെടുന്നത്. കമ്പനി എന്താണ്? കമ്പനിക്ക് എന്തുണ്ട്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അത് കമ്പനിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു അല്ലേ? കമ്പനി ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇൻ ദി ഐസ് ഓഫ് ലോ, നിയമത്തിൻ്റെ മുന്നിൽ, ഇൻ ജൂറിസ്റ്റിക് വ്യൂ, ശ്രദ്ധിക്കുക, നിയമത്തിൻ്റെ മുന്നിൽ, നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ഇൻ ദി ഐസ് ഓഫ് ലോ, നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ, നിയമത്തിൻ്റെ കണ്ണിൽ എന്താണ്? കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ. കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീഗൽ പേഴ്സൺ ആണ്. ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്, കമ്പനിയിലെ മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആസ് പെർ ദി കമ്പനീസ് ആക്ട്, കമ്പനി ആക്ട് പ്രകാരം കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നറിയപ്പെടുന്നത്. അതായത് നിയമത്തിൻ്റെ മുന്നിൽ കമ്പനി വേറെ, കമ്പനിയിലെ മെമ്പേഴ്സ് വേറെ. കമ്പനിക്ക് സ്വന്തമായിട്ടൊരു അസ്തിത്വമുണ്ട്, കമ്പനിക്ക് സ്വന്തമായിട്ടൊരു പൗരത്വമുണ്ട്. കമ്പനിയെ ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് പരിഗണിക്കുന്നു. നിയമത്തിൻ്റെ മുന്നിൽ കമ്പനിയെ ഒരു പേഴ്സൺ ആയിട്ട്, ലീഗൽ പേഴ്സൺ ആയിട്ട് പരിഗണിക്കുന്നു. നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ അല്ല, പക്ഷേ കമ്പനിയെ ഒരു ലീഗൽ പേഴ്സൺ ആയിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട്. അതായത് നിയമത്തിൻ്റെ മുന്നിൽ കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്, ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കമ്പനി വേറെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കമ്പനി വേറെ, അതുപോലെ തന്നെ കമ്പനിയിലെ മെമ്പേഴ്സ് വേറെ എന്നുള്ള ആ രീതിയിലാണ്. ഓക്കെ, ദ റെക്കഗ്നിഷൻ ഓഫ് ദി കമ്പനി ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള അസ്തിത്വം, കമ്പനിക്ക് നിയമപരമായിട്ടുള്ളൊരു അസ്തിത്വം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് പരിഗണിക്കുന്നതിന് അംഗീകാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോർപ്പറേറ്റ് ബെയിൽ എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് എ കമ്പനി റെക്കഗ്നൈസ്ഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു കമ്പനിയെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി, നിയമപരമായ ഒരു സ്ഥാപനമായിട്ട്, പ്രത്യേകമായ നിയമപരമായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഒരു കമ്പനിയെ പരിഗണിക്കുകയാണെങ്കിൽ, അംഗീകരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോർപ്പറേറ്റ് ബെയിൽ എന്നുള്ളത്. കോർപ്പറേറ്റ് ബെയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയെ ആ കമ്പനിയിലെ മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, ഒരു നിയമപരമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോർപ്പറേറ്റ് ബെയിൽ. That means a company has separate legal entity from its members. മെമ്പേഴ്സ്, അവരുടെ അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ കമ്പനിക്ക് എന്തുണ്ട്? സ്വന്തമായിട്ടൊരു അസ്തിത്വമുണ്ട്. എ കമ്പനി ക്യാൻ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓൺ ഇറ്റ്സ് ഓൺ നെയിം. കമ്പനിക്ക് സ്വന്തം പേരിൽ, കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ, കമ്പനി ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ സ്വന്തം പേരിൽ എന്ത് ചെയ്യാം? കരാറിൽ ഏർപ്പെടാം, സ്വന്തം പേരിൽ കേസ് കൊടുക്കാം, കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം. ഇതിനൊക്കെ പറ്റും. കാരണം എന്താ? കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സ്ഥാപനത്തിലെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കമ്പനിക്ക് സ്വന്തമായിട്ടൊരു അസ്തിത്വമുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിക്ഷണൽ ബെയിൽ. ഇതൊരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ബെയിലാണ്, ഒരു തടസ്സമാണ് മെമ്പേഴ്സിൽ നിന്നും കമ്പനിയെ വേർതിരിക്കുന്നത്. അവിടെ ഒരു മതിലുണ്ട്, ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു മതില്. യഥാർത്ഥത്തിൽ മതിലില്ല, പക്ഷെ ഒരു മതിലുള്ളതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരിഗണിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് കമ്പനിയാണ്, കമ്പനിയുടെ ഇവിടേക്ക് അല്ലേ, ഇവിടെ സാങ്കല്പികമായിട്ട് ഒരു മതിലുള്ളത്. ഇവിടെ ആരാളുള്ളത്? മെമ്പേഴ്സ്, കമ്പനിയിലെ അംഗങ്ങള്. ഇവിടെ കമ്പനിയുടെ അംഗങ്ങളുണ്ട്, ഇവിടെ കമ്പനിയുമുണ്ട്. കമ്പനി വേറെ ആയിട്ടും മെമ്പേഴ്സ് വേറെ ആയിട്ടുമാണ് നിയമത്തിന് മുന്നിൽ പരിഗണിക്കുന്നത്. ഇൻ ദ ഐസ് ഓഫ് ലോ, കമ്പനി ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി വന്നാൽ, കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ
അത് കമ്പനിയെയാണ് ബാധിക്കുക. ആരെ ബാധിക്കില്ല? മെമ്പേഴ്സിനെ ബാധിക്കില്ല. കാരണം കമ്പനി ആസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നിയമത്തിന് മുന്നിൽ കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം വന്നാൽ അത് ആരെയാണ് ബാധിക്കുക? കമ്പനിയെയാണ്. പക്ഷെ ആരെ ബാധിക്കില്ല? മെമ്പേഴ്സിനെ ബാധിക്കില്ല. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ ആർക്കും ഉണ്ടാവില്ല, കമ്പനിക്കായിരിക്കും ലയബിലിറ്റി വരിക. അതാണ് പറയുന്നത്. അതായത് കമ്പനിയും മെമ്പേഴ്സും വേറെ വേറെയാണ്. അവരുടെ ഇടയിൽ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു വെയിലുണ്ട്, യഥാർത്ഥത്തിലല്ലാത്ത ഒരു മറയുള്ളത് പോലെയാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിലും കമ്പനിയുടെ ഇടയിലും കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം നിയമത്തിന്റെ മുന്നിലുണ്ട്. അവരുടെ മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കമ്പനിക്ക് നിയമത്തിന് മുന്നിൽ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാം? സ്വന്തം പേരിൽ കരാറിൽ ഏർപ്പെടാം, സ്വന്തം പേരിൽ കേസിന് പോകാം, ഒക്കെ ചെയ്യാം. അതാണ് പറയുന്നത്. അതാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. കമ്പനിയെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോർപ്പറേറ്റ് വെയിൽ എന്നുള്ളത്. ഇനി അടുത്തത് നോക്കാം, ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം കമ്പനിയും മെമ്പേഴ്സും വേറെ വേറെയാണ്. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ. കമ്പനിയുടെ ലയബിലിറ്റി കമ്പനിയെ മാത്രമാണ് ബാധിക്കുക, മെമ്പേഴ്സിനെ ബാധിക്കില്ല. കമ്പനിക്ക് നഷ്ടമുണ്ടായാൽ കമ്പനി വഹിക്കണം, മെമ്പേഴ്സിന് വരുന്നില്ല, പേഴ്സണൽ ലയബിലിറ്റി വരുന്നില്ല. ഇല്ലല്ലോ, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇൻ സം കേസസ്, ചില സാഹചര്യങ്ങളിൽ കമ്പനി മേക്ക് സം ഫ്രോഡ് ആൻഡ് ഫാൾസ് ആക്ട്സ് അല്ലേ, ചില വഞ്ചനാപരമായിട്ടുള്ള ചില തെറ്റുകളിലൊക്കെ എന്ത് ചെയ്യും? കമ്പനി ഏർപ്പെടും. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? കോർപ്പറേറ്റ് വെയിൽ എന്നറിയപ്പെടുന്ന സംവിധാനം എടുത്ത് ഒഴിവാക്കും. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ ഈ സാധനം എന്ത് ചെയ്യും? ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. അപ്പൊ എന്തുണ്ടാവില്ല? ഇവിടെ ഈ മറ ഉണ്ടാവില്ല, ഈ കോർപ്പറേറ്റ് വെയിൽ ഉണ്ടാവില്ല. കമ്പനിയും മെമ്പേഴ്സും തുല്യമാവും. കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടായാൽ അത് മെമ്പേഴ്സിനെയും ബാധിക്കും. അതായത് ഇവിടെ ഒരു വെയിലുണ്ട്, ഒരു മറയുണ്ട്. കമ്പനിയെയും മെമ്പേഴ്സിനെയും നിയമത്തിന് മുന്നിൽ വെവ്വേറെ ആയിട്ടാണ് പരിഗണിക്കുന്നത്. കമ്പനിക്ക് പ്രത്യേക സ്ഥാനം, കമ്പനിയെ ലീഗൽ പേഴ്സൺ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷെ കമ്പനി എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്താൽ, കമ്പനി എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്താൽ ബൈ ദി കോർട്ട് ഓർ ആസ് പെർ ദി കമ്പനീസ് ആക്ട്, കമ്പനി നിയമപ്രകാരമോ കോടതി മൂലമോ എന്ത് ചെയ്യും? ഈ നടുവിലുള്ള ഈ വാള് അല്ലെ, ഈ വെയില്, കോർപ്പറേറ്റ് വെയിലിന് എന്ത് ചെയ്യും? എടുത്ത് ഒഴിവാക്കും, ലിഫ്റ്റ് ചെയ്ത് ഒഴിവാക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടം മെമ്പേഴ്സിനെ നഷ്ടമാവും. കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ആര് ഉത്തരവാദിയായിരിക്കും? മെമ്പേഴ്സും ഉത്തരവാദിയായിരിക്കും. അതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. കമ്പനി എന്തെങ്കിലും ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിൽ അപ്പോഴാണ് ഇത് വരുന്നത്. ഇനി എന്താണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ചാൽ നോക്കാം. എന്താണ് ഇത് പറയുന്നത്? ഇറ്റ് മീൻസ് ലുക്കിംഗ് ബിഹൈൻഡ് ദ കമ്പനി. ഇറ്റ് മീൻസ് ലുക്കിംഗ് ബിഹൈൻഡ് ദ കമ്പനി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രകാരം എന്ത് ചെയ്യും? കോർപ്പറേറ്റ് വെയിൽ പ്രകാരം നമ്മൾ കമ്പനിയെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. കമ്പനിക്ക് എന്താ പ്രശ്നമുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നുള്ളൂ. കമ്പനിയുടെ പിറകിൽ ആരൊക്കെ ഉണ്ട് നോക്കുന്നില്ല. കമ്പനിയിലെ ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിനെ ഒന്നും പരിഗണിക്കുന്നില്ല. പക്ഷേ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ത് ചെയ്യുന്നു? ലുക്കും ബിഹൈൻഡ് ദ കമ്പനി. ഏതെങ്കിലും കമ്പനികൾ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, വഞ്ചനാപരമായിട്ടുള്ള ചതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ എന്ത് ചെയ്യും? കമ്പനിയുടെ പിറകിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കും. അതായത് ഈ മെമ്പേഴ്സിലേക്ക് എത്തും. അതിനെ പറയുന്ന പേരാണെന്ത്? ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. അതായത് കമ്പനിയുടെ പിറകിൽ ആരൊക്കെയുണ്ട്, ആരൊക്കെയാണ് മെമ്പേഴ്സ്, ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഹിയർ ഷെയർ ഹോൾഡേഴ്സ് ആർ പേഴ്സണൽ ലയബിൾ ഫോർ ദി ലയബിലിറ്റി ഓഫ് ദി കമ്പനി. ഇവിടെ എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന ലയബിലിറ്റിക്ക് ഉത്തരവാദിയായിരിക്കും. ഓക്കെ, ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ വ്യക്തിപരമായ ആര് ഉത്തരവാദിയായിരിക്കും? കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉത്തരവാദിയായിരിക്കും. അടുത്തതാണ് കേസസ്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഈ കോർപ്പറേറ്റ് വെയിലിനെ എടുത്തു കളയുന്നത്? അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയെ, കമ്പനി വേറെയും മെമ്പർ വേറെയും മെമ്പേഴ്സ് വേറെയും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ എടുത്തൊഴിവാക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ, അണ്ടർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. കോടതി വ്യവഹാര മുഖാന്തരം, കോടതി മുഖാന്തരം ബൈ കോർട്ട് എന്ത് ചെയ്യും? ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിലിനെ, അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയെ എടുത്ത് ഒഴിവാക്കും. അവിടെ എന്ത് ചെയ്യും? പിന്നെ മെമ്പറും കമ്പനി ഒരുപോലെ ആയിരിക്കും. ആ ഒരു സാഹചര്യം എപ്പോഴൊക്കെയാണെന്ന് നോക്കുന്നു. ഒന്നാമത്തെ, പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ. ഗവൺമെന്റിന്റെ വരുമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യും? ടാക്സ് ഇവേഷൻ നടത്തിക്കൊണ്ട്, ടാക്സ് വെട്ടിപ്പ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യും? അധികം ഇൻകം ഉണ്ടാക്കാൻ കമ്പനീസ് ശ്രമിക്കും. ടാക്സ് ഈസ് ദ ഇൻകം ടു ദി ഗവൺമെന്റ്.
ഒരു ഗവൺമെന്റിന് കിട്ടേണ്ട ഈ വരുമാനമാണ് ഇത് ടാക്സ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ടാക്സ് ഇവേഷൻ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ടാക്സ് ഇവേഷൻ ഒരു ഇല്ലീഗൽ, നിയമപരമായിട്ട് തെറ്റുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ടാക്സ് ഇവേഷൻ ചെയ്യുകയാണ് ആര്, ഒരു കമ്പനി എങ്കിൽ ഗവൺമെന്റിന് കിട്ടേണ്ട റവന്യൂ വരുമാനം പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഗവൺമെന്റിന് കിട്ടേണ്ട വരുമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഗവൺമെന്റ് എന്ത് ചെയ്യും, അവിടെ ആ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒഴിവാക്കും. ഗവൺമെന്റ് അല്ല, കോർട്ട് ആ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒഴിവാക്കും. അതുപോലെ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കോടതി എന്ത് ചെയ്യും, ഒരു കമ്പനിയുടെ എന്തെടുത്ത് ഒഴിവാക്കും, കോർപ്പറേറ്റ് ബെയിൽ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് എടുത്ത് ഒഴിവാക്കും. പിന്നെയോ ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് ദി കമ്പനി, കമ്പനിയിൽ എനിമി കൺട്രിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്തും എന്ത് ചെയ്യും, മെമ്പർഷിപ്പും കമ്പനിയും തമ്മിൽ മെമ്പേഴ്സും കമ്പനിയും തമ്മിൽ ഒരേ ഇത് വരും, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒഴിവാക്കും. അതുപോലെ വെൻ ദ കമ്പനി ഈസ് ഷാം എന്ന് വെച്ചാൽ എന്താ, ചതി നടത്തുന്നതിന് വേണ്ടിയിട്ട്, വഞ്ചന നടത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത കമ്പനികൾ ഉണ്ടാവും. അത്തരത്തിലുള്ള കമ്പനികളുടെ കേസിൽ എന്തുണ്ടാവില്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവില്ല, അത് കോടതി ഒഴിവാക്കും. എങ്ങനെ, കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ ആ കമ്പനിയിലെ മെമ്പേഴ്സിനും ആ ബാധ്യത ഉണ്ടാവും. അതുപോലെ കമ്പനി അവോയ്ഡ് ലീഗൽ ഒബ്ലിഗേഷൻ, നിയമപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ, ചില കടമകൾ ചെയ്യുന്നതിൽ നിന്നും കമ്പനി ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, ആ സമയത്തും കോടതി എന്ത് ചെയ്യും, ഇവരുടെ ആ കമ്പനിയുടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അഥവാ കോർപ്പറേറ്റ് വേലെടുത്ത് ഒഴിവാക്കും. കമ്പനിക്ക് ഉണ്ടാവുന്ന ബാധ്യതകൾ ആ സ്ഥാപനത്തിലെ മെമ്പേഴ്സിനെയും ബാധിക്കും. അതുപോലെ കമ്പനി ആക്ടിങ് ആസ് ഏജന്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഏജന്റ് ആയിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ കമ്പനി ഈസ് ലയബിൾ ഫോർ ഓൾ ദി ആക്ടിവിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും ഒരുപോലെ അതിന് ബാധ്യസ്ഥരായിരിക്കും. അതുപോലെ പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പോളിസിയെ, പൊതു നയത്തെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കോർപ്പറേറ്റ് വെല്ലിനെ എടുത്ത് ഒഴിവാക്കും. ഇത് ഒന്നാമത്തെ അണ്ടർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷന്റെ കേസിലാണ്. കോടതി മുഖാന്തരം കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്, ഒഴിവാക്കുന്നതാണ് പറഞ്ഞത്. അടുത്ത അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ 2013 കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് വെയിൽ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. ഒന്നാമത്തെ പണിഷ്മെന്റ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ബൈ ഫാൾസ് ഇൻഫർമേഷൻ, തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു കമ്പനി ഫോം ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ്, ശിക്ഷ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ എടുത്തൊഴിവാക്കാം. ആസ് പെർ സെക്ഷൻ 7 സബ്സെക്ഷൻ 7. ഇനി അതല്ല, കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. പിന്നെയോ ഫ്രോഡുലന്റ് ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം, ഒരു നെയിം റിമൂവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് കമ്പനിയുടെ ബാധ്യതകളെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട്, കമ്പനിയിലെ ക്രെഡിറ്റേഴ്സിനെ മറ്റ് സപ്ലയേഴ്സിനെയൊക്കെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള റിമൂവൽ ഓഫ് നെയിം ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് വെയിൽ എടുത്ത് ഒഴിവാക്കും, സെക്ഷൻ 25 സബ്സെക്ഷൻ 1 പ്രകാരം. മൂന്നാമത്തെ ലയബിലിറ്റി ഫോർ ഫ്രോഡുലന്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്, വഞ്ചനാപരമായ രീതിയിൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ അപ്പോൾ ആ ബാധ്യതയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്ത് ചെയ്യും, അങ്ങനെ ബാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അത് ആര് ബാധിക്കും, കമ്പനിയെ മാത്രമല്ല കമ്പനിയിലെ മെമ്പേഴ്സിനെയും. വഞ്ചനാപരമായിട്ടുള്ള ബിസിനസ്സാണ് ഒരു കമ്പനി നടത്തുന്നത് എങ്കിൽ അവിടുത്തെ മെമ്പേഴ്സും ലയബിൾ ആയിരിക്കും. അവിടെ ഈ പറയുന്ന സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവില്ല, അതിനടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും, സെക്ഷൻ 339. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.